السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെയ്യണമേ എന്ന് ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ ഏറ്റവും സുപ്രധാനമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങൾ. റമളാൻ മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ 10 ദിനങ്ങൾ റമളാനിലെ മറ്റ് ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ദിനങ്ങളാണ് നമുക്ക് വന്നണഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും അതിൻ്റെ പാരമ്യതയിൽ എത്തേണ്ട സന്ദർഭമാണ്, സമയമാണിത്. അന്ത്യപ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയതായിട്ട് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമളാൻ മാസത്തിലെ അന്ത്യദിനങ്ങളിൽ നന്മകൾ ലഭിക്കുവാൻ വേണ്ടി, പുണ്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമം നടത്തുമായിരുന്നു. മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റു മാസങ്ങളിൽ നടത്താത്ത പ്രവർത്തനങ്ങൾ, മറ്റു മാസങ്ങളിൽ ചെയ്യാത്ത അമലുകൾ, അതുപോലെ പ്രധാനമായി റമളാനിൻ്റെ പുണ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രവാചകൻ പ്രവർത്തിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും പറയുകയാണ്, ഇദാ ദഖലൽ അശ്റ ശദ്ദ മിസ്റഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. അവസാനത്തെ 10 പ്രവാചകൻ തുണി അരമുണ്ട് മുറുക്കി കൊടുക്കും. അഥവാ റസൂലുള്ളാഹ് ഈ റമളാനിൻ്റെ അവസാനത്തെ 10 വേണ്ടി പ്രത്യേകമായി തയ്യാറെടുക്കും. വഅഹ്യാ ലൈലഹു, രാത്രിയെ പ്രവാചകൻ ജീവിപ്പിക്കും. വഅയ്ഖള അഹ്ലഹു, തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ പ്രവാചകൻ ആ രാത്രിയിലുള്ള തഹജ്ജുദ് നമസ്കാരത്തിൽ പങ്കെടുപ്പിക്കുമായിരുന്നു എന്നാണ്. തൻ്റെ മകളുടെ ഭർത്താവും മകളും കിടന്നുറങ്ങുന്ന മുറിയുടെ വാതിലിൽ മുട്ടിക്കൊണ്ട് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ വേണ്ടി പ്രവാചകൻ ചോദിക്കും, അലാ തഖൂമാനി ഫതുസല്ലിയാൻ, നിങ്ങൾ എണീക്കുന്നില്ലേ, നിങ്ങൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നില്ലേ എന്ന് പറഞ്ഞും കൊണ്ട് അവരെയും കൂടി തഹജ്ജുദ് നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രേരണ നൽകിയിരുന്നു എന്നാണ്.
ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ദിനങ്ങളിലുള്ള തഹജ്ജുദ് നമസ്കാരത്തിന് വളരെ പ്രാധാന്യമാണ് ഉണ്ട് എന്നാണ്. ഇത് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറുൽ ഗഫാർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ലൗ അറത്തയ അബാദർ സഫറൻ അഅദത്ത ലഹു ഇദ്ദ, ഓ അബൂദർറെ, നീ ഒരു യാത്ര പോവുകയാണെങ്കിൽ അതിന് നീ തയ്യാറെടുക്കുകയില്ലേ, അതിന് നീ പ്രത്യേകമായി തയ്യാറെടുപ്പുകൾ നടത്തുകയില്ലേ? അദ്ദേഹം പറഞ്ഞു, അതേ പ്രവാചകരെ. അപ്പോൾ റസൂലുള്ള പറയാണ്, ഫകൈഫ സഫറു തരീഖുൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തുക? അലാ ഉനബ്ബിഉക യാ അബാദർ ബിമാ യൻഫഉക ദാലികൽ യൗം, ആ ദിവസത്തിൽ പ്രയോജനപ്പെടുന്നതായ അമലുകളെ അബൂദർറെ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആ അന്ത്യദിനത്തിൽ പ്രയോജനപ്പെടുന്ന അമലുകൾ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാല ബലാബി അബി അൻത ഉമ്മി, അതേ പ്രവാചകരെ, താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും. ഇപ്പോൾ റസൂലുള്ള പറയുകയാണ്, സല്ലി റകഅതൈനി ഫീ ളുലുമത്തിൽ ലൈലി വഹ്ശത്തിൽ ഖുബൂർ, ഖബറിലെ അന്ധകാരത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി 2 റക്അത്ത് നമസ്കരിക്കുക. സല്ലി റകഅതൈനി, 2 റക്അത്ത് നമസ്കരിക്കുക. ഫീ ളുലുമത്തിൽ ലൈലി, രാത്രിയുടെ ഇരുട്ടിൽ, ലി വഹ്ശത്തിൽ ഖുബൂർ, ഖബറിലെ ഇരുട്ടിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി 2 റക്അത്ത് നമസ്കാരം രാത്രി നീ നമസ്കരിക്കണം. അഥവാ 4 കാര്യങ്ങളാണ് പ്രവാചകൻ പറഞ്ഞു കൊടുത്തത്. അതിലൊരു കാര്യം ഇതാണ് എന്നാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. കഴിവിൻ്റെ പരമാവധി നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നതനുസരിച്ച് അതിൽ നമ്മൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കരസ്ഥമാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, പ്രവർത്തിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടന്ന രാത്രിയെ അള്ളാഹു ലോകാവസാനം വരെ ആവർത്തിക്കുന്നതും അനശ്വരവുമാക്കി മാറ്റുകയുണ്ടായി എന്നാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടന്ന രാത്രിയെ അള്ളാഹു അനശ്വരമാക്കി മാറ്റി, വളരെ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റുകയുണ്ടായി എന്ന് നമുക്ക് ഈ അനശ്വരമായ രാത്രി ലൈലത്തുൽ ഖദർ അല്ലേ, അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് നിർണയത്തിൻ്റെ രാത്രി എന്നാണ്. ഒരു രാത്രിയിലെ ആരാധന കൊണ്ട് 1000 മാസത്തെ അഥവാ 83 വർഷത്തേക്കാൾ തന്നെ കൂടുതൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഈ ഒരു രാത്രിയിൽ 1 മണിക്കൂർ നേരത്തെ അമല് 7 വർഷത്തെ ആരാധനയ്ക്ക് തുല്യമാണ് എന്നാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലെ 1 മിനിറ്റ് നേരത്തെ അമല് 50 ദിവസത്തെ അമലുകൾക്ക് തുല്യമാണ് എന്നാണ്. അത്രയും വലിയ ഒരു ഓഫറാണ് അള്ളാഹു നമുക്ക് ഈ റമദാൻ മാസത്തിൽ നൽകുന്നത്. നമ്മൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് 10 ദിവസത്തെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഉത്സാഹത്തോടെ നമ്മൾ ആ കോഴ്സിൽ പങ്കെടുക്കും, രാവും പകലും എത്ര നേരം വേണമെങ്കിലും. എന്നാൽ അനശ്വരമായ ലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടും അല്പം പോലും പ്രയത്നിക്കുവാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരവസ്ഥയാണ്. നമുക്കിഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ ടീമിൻ്റെ കളിയുണ്ട് രാത്രി 3:30 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി നമ്മൾ യുവാക്കൾ അതിനു വേണ്ടി ഉറക്കം വയ്ക്കാൻ തയ്യാറാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഭൂമിയിൽ വർഷിക്കുന്ന, ലോകത്തിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന രാത്രിക്ക് വേണ്ടി 10 ദിവസം മെനക്കെടണം എന്ന് പറയുമ്പോൾ ആർക്കും അതിന് സമയമില്ല. റമദാനിൽ നമുക്ക് ആരംഭ ശൂരത്വമാണ്. തുടക്കത്തിൽ ജമാഅത്തിനും പള്ളിയിലും മറ്റും ആളുകൾ ജനനിബിഡമാകാണ്. അവസാനത്തെ 10 ആയാൽ പിന്നെ എല്ലാവരും പെരുന്നാളിൻ്റെ മൂഡിലാണ്. ഷോപ്പിങ്ങിനും മറ്റുമായി മാർക്കറ്റുകളിൽ ജനനിബിഡമാകുന്നു, പള്ളികൾ കാലിയാവുന്ന ഒരവസ്ഥ. സത്യത്തിൽ റമദാനിൻ്റെ അകക്കാമ്പാണ് അവസാനത്തെ 10 ദിനങ്ങൾ. ഖുർആൻ ആ രാത്രിയെ വിശേഷിപ്പിക്കുന്നത് ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രി, ലൈലത്തുൽ ഖദർ എന്നൊക്കെയാണ് അല്ലേ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫിയാ മിൻ കുല്ലി അംർ. അള്ളാഹുവിൻ്റെ ഭൗതിക ലോകത്തെ 1 വർഷത്തെ കൽപ്പനകളുമായി മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. അന്ത്യപ്രവാചകൻ മുതൽക്ക് എല്ലാ പ്രവാചകന്മാർക്കും വഹിയ കൊണ്ടുകൊടുത്ത റൂഹുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങി വരികയാണ്.
വൈനൽ മലായിക്കത്ത തിൽക്കൽ ലൈല അക്സറ ഫിൽ അർളി അക്സറ മിൻ അദദിൽ അസാ, ഭൂമിയിലെ ചരൽക്കല്ലുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ അന്ന് സമാധാനമാണ്, ശാന്തിയാണ് ആ രാത്രിയിൽ. അപ്പോൾ ഈ രാത്രിയുടെ സാന്നിധ്യം കരസ്ഥമാക്കുവാൻ ഇനിയുള്ള റമളാനിലെ ദിനങ്ങൾ നമ്മൾ പ്രത്യേകമായി അമൽ ചെയ്യണം, പ്രവർത്തിക്കണം, പ്രയത്നിക്കണമെന്നാണ്. ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആ രാത്രി ഞങ്ങൾ എന്താണ് അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ഇരക്കേണ്ടത്? നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കുവാനാണ് ദുആ ഇരക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ആയിഷ, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊള്ളുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നീ പൊറുത്തു തരണമേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അന്ത്യദിനത്തിലെ രാത്രി ഏതാണ് എന്ന് അറിയിക്കപ്പെടുകയും അത് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പ്രവാചകൻ പുറപ്പെടുകയും ചെയ്തപ്പോൾ വഴിയിൽ വെച്ച് രണ്ടാളുകൾ വഴക്ക് കൂടുന്നത് പ്രവാചകൻ കാണുകയാണ്. ആ വഴക്ക് തീർത്തപ്പോൾ പ്രവാചകൻ്റെ മനസ്സിൽ നിന്നും അത് മറപ്പിക്കപ്പെട്ടു എന്നാണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഖൈറായിരിക്കും, കൂടുതൽ അമൽ ചെയ്യുവാനായിരിക്കും അത് അള്ളാഹു മറപ്പിച്ചത്. റമളാനിലെ ഒറ്റപ്പെട്ട രാത്രികളിൽ നിങ്ങളത് പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അന്ത്യനാൾ വരെയുള്ള വിശ്വാസികൾക്ക് പ്രത്യാശയും പ്രതീക്ഷയുമായിട്ട് ലൈലത്തുൽ ഖദ്ർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന വിശ്വാസികൾക്ക് ഈ അനുഗ്രഹം ലഭിക്കുമെന്ന് ഉറപ്പാണ്. ലൈലത്തുൽ ഖദ്ർ ആവർത്തിക്കുകയില്ല, അന്നൊരു പ്രാവശ്യം തന്നെ കഴിഞ്ഞുപോയി എന്ന് പറയുന്ന വാദങ്ങൾക്ക് തെളിവിൻ്റെ യാതൊരു പിൻബലവുമില്ല എന്നാണ്. അതുപോലെ തന്നെ പ്രവാചകൻ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനത്തെ 10 പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന്. എന്താണ് ഇഅ്തികാഫ്? ലൗകികമായ ചിന്തകളിൽ നിന്ന് അകന്ന് മനസ്സിനെ അള്ളാഹുവിൻ്റെ ചിന്തയിൽ കേന്ദ്രീകരിച്ച് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് നമ്മൾ പറയുന്നത്. വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന പള്ളികളിലാണ് ഇഅ്തികാഫ് ഇരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്ന പ്രവർത്തനങ്ങളായ നമസ്കാരം, ഖുർആൻ പാരായണം, തസ്ബീഹ്, തക്ബീർ, തഹ്ലീൽ തുടങ്ങിയ ദിക്റുകൾ ചെല്ലാം. നമുക്കറിയാം, പണ്ട് കാലത്ത് ഹൈന്ദവ സന്യാസിമാർ, മുസ്ലിം വിഭാഗത്തിലെ സൂഫി വര്യന്മാർ, സൂഫികളുമൊക്കെ ജനങ്ങളിൽ നിന്ന് അകന്ന് കാടുകൾ കയറി അവിടെ പർണശാലകൾ വെച്ച് കെട്ടി ദൈവപ്രീതിക്കായി തപസ് അനുഷ്ഠിച്ചതായിട്ട് നാം വായിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു തപസ്സല്ല, അങ്ങനെയുള്ള ഒരു ഭജനമിരിക്കലല്ല ഇസ്ലാമിലെ ഇഅ്തികാഫ്. ഇസ്ലാമിലെ ഇഅ്തികാഫ് കാട് കയറലല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലാണ് അത് നടത്തേണ്ടത്. എന്തിനാണ്? അതിൻ്റെ ലക്ഷ്യമെന്താണ്? അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുവാനും മനസ്സ് അള്ളാഹുവിൽ കേന്ദ്രീകരിക്കുവാനും പള്ളിയിൽ ഉറച്ച സമയം കഴിച്ചുകൂട്ടുക എന്നാണ്. അതുമൂലം ഹൃദയത്തിന് വിശുദ്ധി ലഭിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഭക്തി തഖ്വ വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്, പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത് രാത്രിയിലും പകലിലും ഒക്കെ ആവാം. നമ്മൾ എത്ര സമയമാണോ പള്ളിയിൽ കഴിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു നിയ്യത്ത് മനസ്സിലുണ്ടാവുക. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സ്വഭാവം മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 അന്ത്യപ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അദ്ദേഹത്തെ മരണപ്പെടുത്തുന്നത് വരെ. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദി, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം പ്രവാചകൻ്റെ ഉമ്മുൽ മുഅ്മിനീങ്ങളായ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് കാണാം. ഫലമ്മാ കാനൽ ആമല്ലദീ, റസൂൽ മരിക്കണ വർഷം 20 ദിവസം പ്രവാചകൻ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും പൊറുപ്പിക്കുവാനും കുറ്റവിമുക്തമായ ജീവിതം നയിക്കുവാനും ഒരു നല്ല മനുഷ്യനായി മാറുവാനുമുള്ള ഒരു സുവർണ അവസരമാണ് നമുക്ക് ഈ റമളാൻ മാസത്തിൽ വന്നണിഞ്ഞിരിക്കുന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മാലാഖമാരുടെ പാപസുരക്ഷ നൽകിയിട്ടില്ല. തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോകുന്ന പ്രകൃതിയിലാണ് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുലിഖൽ
ഇൻസാനു ലൈഫ, മനുഷ്യനെ ദുർബലനായിട്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. സാഹചര്യങ്ങളുടെയും ചീത്ത സഹവാസവും കൂട്ടുകെട്ടും കാരണം മനുഷ്യനറിയാതെ തെറ്റ് ചെയ്തു പോവും. കുറ്റങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കുന്ന സാമൂഹികാവസ്ഥ അത് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. വിലക്കപ്പെട്ടത് അനുഭവിക്കുവാനുള്ള ഒരു ആഗ്രഹം എല്ലാ മനുഷ്യരിലും പ്രകൃതിപരമായിട്ടുണ്ട്. അതാണ് ആദം നബി ഹവ്വാ ബീവിയും വിരോധിക്കപ്പെട്ട പഴം, അവർക്ക് ഒരുപാട് പഴവിഭവങ്ങളുണ്ടായിട്ടും ആ വിരോധിക്കപ്പെട്ട പഴം മാത്രം തിന്നാൻ ഒരാഗ്രഹം പിശാച് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, കൊല്ലു ബനി ആദം ഖത്താ, മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ വന്നു പോകുന്ന പ്രകൃതമാണ്. വഖൈറുൽ ഖത്തായിന തവ്വാബീൻ, അവരിൽ ഏറ്റവും നല്ല ആളുകൾ, തെറ്റ് ചെയ്യുന്ന ആളിൽ ഏറ്റവും നല്ല ആളുകൾ തൗബ ചെയ്യുന്നവരാണ് എന്ന. തെറ്റുകളെന്ന് പറയുമ്പോൾ അള്ളാഹിനോട് തെറ്റുകളുണ്ട്, മനുഷ്യരോട് ചെയ്യുന്ന തെറ്റുകളുണ്ട്. മനുഷ്യരുടെ ധനവും അഭിമാനവും രക്തവും ഇതിലൊക്കെ അതിക്രമം കാണിച്ച ആളുകൾ അവരോട് തന്നെ മാപ്പ് ചോദിക്കണം എന്ന. അഅഖലിന്നാസി അഅ്ദറുഹും, മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ അവരിൽ ക്ഷമാപണം നടത്തുന്നവരാണ് എന്നാണ്. പക്ഷെ നമ്മളെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന അബദ്ധധാരണകൾ കാരണം പല ആളുകളും ക്ഷമാപണം നടത്തുവാൻ തയ്യാറാവുന്നില്ല. ഞാനെങ്ങനെയാണ് ഇപ്പോൾ ഓൻ്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറയുക, സോറി പറയുക, അല്ലേ? എന്നാൽ സോറി എന്നുള്ള വാക്ക്, മാപ്പ് എന്നുള്ള വാക്ക് വളരെ മാസ്മരികത ഉണ്ടാക്കുന്നൊരു വാക്കാണ്. നമ്മുടെ മലയാളികൾക്ക് മാത്രമാണ് അത് പറയാൻ മടി. മറ്റ് രാജ്യക്കാരൊക്കെ തന്നെ അവരെന്ത് തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ സോറി പറഞ്ഞ് അതിൽ രക്ഷപ്പെടുന്ന. ശരിക്കും നമ്മൾ മാപ്പ് അപേക്ഷിച്ചാൽ ഒരു സുഹൃത്തിനോട് സോറി എന്ന് പറഞ്ഞാൽ നമ്മളെ പേഴ്സണാലിറ്റി വർദ്ധിക്കുകയാണ്, അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ അത് തെറ്റ് വന്നു പോയതാണെന്ന് പറഞ്ഞാൽ അത് അവരിൽ വലിയൊരു മാറ്റമുണ്ടാക്കും. അത് അവരുടെ വൈവാഹിക ജീവിതത്തിന് മുതൽക്കൂട്ടാണ്. അപ്പോൾ മാപ്പ് പറയുക എന്നുള്ളത് മനുഷ്യരോട് ചെയ്ത തെറ്റുകൾക്ക് അവരോട് തന്നെ മാപ്പ് ചോദിക്കണം, എന്നിട്ടേ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകളാണെങ്കിൽ അവന് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. തെറ്റുകൾ ഉപേക്ഷിച്ച് നന്മയുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുള്ള എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷേ ചില നിബന്ധനകളുണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്. മുത്തുലബ് മതാബം ബിന്നദാമതി മുഖ്ലിയാ വബിഅസ്മി തർക്കി ദംബി ഫീമസ്തഖ്ബലാ വബറാഅതും മിൻ കുല്ലി അഖില്ലാദമി ഫബിയാദിഹില്ലർക്കാനി ഫർഅ വകമ്മിലാ. ഉത്തുലബ് മതാബൻ, തൗബയെ നീ തേടണം. ബിന്നദാമത്തി, ചെയ്തു പോയ തെറ്റിൽ ആദ്യം ഖേദം പ്രകടിപ്പിക്കണം. മുഖലി എന്ന തെറ്റിൽ നിന്ന് നീ പൂർണ്ണമായിട്ടും ഒഴിവാവണം. തെറ്റ് ചെയ്തു പോയാൽ അത് തെറ്റായിപ്പോയല്ല പടച്ചോനുള്ള ചിന്ത വേണം. ഭാവിയിൽ ആ തെറ്റ് ഞാൻ ആവർത്തിക്കൂല എന്ന് അവൻ ഉറപ്പിച്ച് പറയണം. മനുഷ്യനുമായി ചെയ്ത തെറ്റാണെങ്കിൽ അതിൽ നിന്ന് അവൻ ഒഴിവാവണം. ഒബിയാസിമി വബറാഅത്തു മിൻ കുല്ലി ഹഖിൽ ആദമി, അതിൽ നിന്ന് ഒഴിവായിട്ട് എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ ഏതൊരു അടിമയും അള്ളാഹുവിനോട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാണ്, എന്ത് വലിയ തെറ്റാണെങ്കിലും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രവാചകരെ ജനങ്ങളോട് പ്രഖ്യാപിക്കണം, പറയണം, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തൻ്റെ ശരീരത്തോട് അമിതം പ്രവർത്തിച്ചു പോയ വലിയ തെറ്റുകളിൽ ഏർപ്പെട്ടു പോയ എൻ്റെ അടിയാന്മാരോട് പറയണം, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്, അള്ളാഹ് പുറത്ത് തരൂല്ല നിങ്ങൾ വിചാരിക്കരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ തയ്യാറാണ്. പക്ഷേ ആത്മാർത്ഥമായ ഖേദപ്രകടനം വേണം, തൗബത്തൻ നസൂഹ വേണം എന്നാണ്. അപ്പോൾ തെറ്റിൽ നിന്നും നേരിലേക്കുള്ള ഈ മടക്കത്തിനാണ് നമ്മൾ തൗബ എന്ന് പറയുന്നത് എന്നാണ്. സംഭവിച്ചു പോയ തെറ്റിൽ മനസ്സിൽ ഖേദമുണ്ടാകുമ്പോഴാണ് പക്ഷാത്താപം ഉണ്ടാകുന്നത്. ഖേദവും ദുഃഖവുമൊക്കെ മനസ്സിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹിനെക്കുറിച്ചുള്ള പേടി, മരണഭയം, ഖബർ, വിചാരണ തുടങ്ങിയവ അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യന് തെറ്റിനെക്കുറിച്ചുള്ള ഗൗരവം മനസ്സിലാവുക. തെറ്റ് ബോധ്യമായ ഉടനെ തന്നെ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങണം, നീട്ടിവെക്കരുത് എന്നാണ്. അതിനു മുമ്പ് മരിച്ചു പോയാലോ? എങ്ങനെയാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത്? തെറ്റുകൾ ബോധ്യമായാൽ ഉടൻ തന്നെ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനോട് തൗബ ചെയ്യണം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ഉളു എടുത്ത് ശുദ്ധിയായി 2 റക്അത്ത് തൗബയുടെ നമസ്കരിച്ച് അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നേരത്തെ പറഞ്ഞ തൗബയുടെ നിബന്ധനകളെല്ലാം പാലിച്ച്
അങ്ങനെ ഒളു എടുത്ത് തൗബയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നു, നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നമസ്കരിച്ച് എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇമാം തുർമിദിയും അഹമ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് സഹീഹ ഹദീസിൽ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ കുറച്ച് ഹദീസുകളാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. മാ മിൻ അബ്ദിൻ യുദ്നിബു ദംബൻ സുമ്മ യതതഖറു ഫയുഹ്സിനു തഹൂറ സുമ്മ യുസല്ലി റകഅതൈനി വയതൂബു ഇലല്ലാഹി മിൻ ദാലിക ദംബി ഇല്ലാ ഖബില തൗബതുഹു. ഒരടിമയും ഒരു കുറ്റം ചെയ്യുകയും എന്നിട്ട് അവൻ ആ തെറ്റിൽ നിന്ന് അവന് ഖേദമുണ്ടാവുകയും പശ്ചാത്താപം ഉണ്ടാവുകയും എന്നിട്ട് അവൻ പോയിട്ട് ഒളു എടുക്കുകയും ഫയുഹ്സിനു തഹൂറ നല്ല രൂപത്തിൽ അവൻ ഒളു എടുത്തു, സുമ്മ യുസല്ലി റകഅതൈനി 2 റക്അത്ത് അവൻ നമസ്കരിച്ചു, വയതൂബു ഇലല്ലാഹ് പിന്നീട് അള്ളാഹുവിനോട് കരളുരുകി കണ്ണുനീരൊലിപ്പിച്ചവൻ പ്രാർത്ഥിച്ചു, എന്നാൽ എല്ലാ ഖബില തൗബത്തുഹു അവൻ്റെ തൗബ അള്ളാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. പ്രവാചകന്മാർ വരെ അവരിൽ നിന്ന് ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്തിരുന്നു. മൂസാ നബി ഒരു ഖിബ്തിയെ കൊന്നപ്പോൾ പറഞ്ഞു, ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഗ്ഫറ ലഹു. പടച്ചോനെ, ഞാൻ വലിയ അക്രമമാണ് ചെയ്തത്, എനിക്ക് നീ പുറത്തു തരണം. അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ആദം നബി ഹവ്വാ വിലക്കപ്പെട്ട കനി നിന്നപ്പോൾ പറഞ്ഞത് തന്നെ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾ വലിയ അക്രമം ചെയ്തു പോയി, നീ പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. ഇങ്ങനെ ഒരു ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളിൽ നിന്നും ഖേദിച്ചു മടങ്ങിയ ഒരു പുതിയ മനുഷ്യനാകാനുള്ള ശ്രമത്തിന് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ തുടക്കം കുറിക്കണം. ഇല്ലെങ്കിൽ തെറ്റുകൾ വന്ന് ചെയ്ത് നമ്മുടെ മനസ്സിൽ അത് കറ പിടിക്കും, അത് കറുത്തിരുണ്ടതാവുമെന്ന. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിക്കുകയാണ്. മനുഷ്യൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നുക്കിത്തത്ത് ഫീ ഖൽബിഹി നക്കത്തൻ സൗദാവിൻ്റെ ഈമാനിന് പോറലേൽക്കുകയാണ്, കറുത്ത പാടുകൾ ഉണ്ടാകുകയാണ്. വൈദാഹുവ നസാ വസ്തഗ്ഫറ വതാബ. അവൻ അതിൽ നിന്നും തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി ആയാൽ സുഖില ഖൽബുഹു, അവൻ്റെ ഹൃദയം വീണ്ടും പരിശുദ്ധമായി തീരും എന്നാണ്. അപ്പം അങ്ങനെ തൗബ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് പരിശുദ്ധമായി സന്തോഷമുണ്ടാവും. മൻ അക്സറൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി അമ്മിൻ ഫറജ. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനമുണ്ടാവും. വമിൻ കുല്ലി ലീക്കിൻ മഖറജ. എല്ലാ കുടുസായ കാര്യങ്ങളിൽ നിന്നും ഒരു തുറസ്സുണ്ടാകും. വമിൻ കുല്ലി വർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാതെ അവന് ഉപജീവനം നൽകും എന്നാണ് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ. അപ്പോൾ ഇത്രയധികം പ്രതിഫലം ലഭിക്കുന്ന, മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ പ്രേരിപ്പിക്കുന്ന തൗബയിലേക്ക്, ഖേദിച്ചു മടങ്ങലിലേക്ക്, അതിന് വേണ്ടി മടങ്ങുവാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഒരു പോസ്റ്റ്മോർട്ടം നമ്മൾ നടത്തണം. ജീവിതത്തിൽ ചെയ്ത വലിയ തെറ്റുകൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തി അതിനെ ആ പരിഹാരം തേടിയോ തൗബ ചെയ്തോ എന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഒട്ടും വൈകാതെ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഈ റമദാനിൽ നിന്ന് തന്നെ അത് നമ്മൾ ആരംഭിക്കുക. അങ്ങനെ തൗബ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഹല്ലക ഇലാ അൻ തസക്ക. നിനക്ക് ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? നിനക്ക് ഇനിയെങ്കിലും ഒന്ന് ഹൃദയം പരിശുദ്ധമാക്കിക്കൂടെ? തൗബ ചെയ്ത് കൂടെ? അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ വിനയപ്പെടുവാൻ മനുഷ്യർക്ക് സമയമായിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഉത്തരം പറയേണ്ടത് നമ്മളാണ്. ഇതിന് സമയമായിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉത്തരം പറയേണ്ടത് നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ തയ്യാറാവുക. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ആ തെറ്റിൽ നിന്നും വിമോചനം ലഭിക്കുവാൻ വേണ്ടി, അതിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റബ്ബ് അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അതിലെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ വസായിറ അഅ്മാലിനാ യാ റബ്ബൽ ആലമീൻ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعل حجة لنا لا حجة علينا يا رب العالمين.
اللهم ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك